ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അരിക്കൂൺ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അരിക്കൂൺ നിങ്ങൾ ഒരുപാട് പേരും കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ കഴിച്ചിട്ടുണ്ടാവും. ഇന്ന് നല്ല ചിക്കൻ വെക്കുന്നത് പോലുള്ള ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ അരിക്കൂണ് കൊണ്ടുവന്നിട്ട് അത് മണ്ണോട് കൂടിയിട്ടല്ലേ നമ്മൾ ഇളക്കുക. അപ്പോൾ അതിൻ്റെ ആ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ ഇവിടെ കഴുകി വൃത്തിയാക്കി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വേണ്ടുന്ന ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു മീഡിയം സൈസ് 3 സവാള, അതുപോലെ തന്നെ അല്പം കറിവേപ്പില, അല്പം വെളുത്തുള്ളി അരിഞ്ഞതും, അതുപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും. ഇനി പൊടികളാണ് വേണ്ടുന്നത്. ആദ്യം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ സ്പൂണിനാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. അടുത്തതായിട്ട് മല്ലിപ്പൊടി 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടുന്നത് ഗരം മസാലയാണ്, അതും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് ഒരു അല്പം കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പൊടികളെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഒരുമിച്ച് തന്നെ ഈ കൂണിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചാണെങ്കിൽ നമുക്ക് പൊടി മിക്സ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. ഓരോന്ന് ഇട്ടിട്ട് അന്നേരം തന്നെ ഇളക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് ചൂടാവാനായിട്ട് വെക്കാം. അതിനകത്തോട്ട് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കടുകൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. ആ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് സവാളയും കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് എളുപ്പത്തിൽ വഴറ്റി കിട്ടാനായിട്ട് നമുക്കൊരല്പം ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് നല്ലതുപോലെ പാകത്തിനൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഈ സവാള ഒന്ന് നല്ലപോലെ ബ്രൗൺ കളർ ആവണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ പൊടികൾ മൊത്തത്തിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ഉടനെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മസാലയൊക്കെ ഈ ഉള്ളിലോട്ടൊക്കെ പിടിക്കുന്ന തരത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരിക്കൂണ് ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സാവകാശം ഇത് നല്ലതുപോലെ ഇളക്കി മസാലയൊക്കെ ഇതിനകത്തോട്ട് പിടിക്കത്തക്ക രീതിയിൽ കുറച്ച് നേരം ഇളക്കി മിക്സ് ചെയ്ത് കൊണ്ടുവരിക. ഇതിപ്പോൾ ഇങ്ങനെ ഇളക്കി കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മസാല അതിനകത്ത് പിടിച്ച പോലെ ഒന്നും തോന്നില്ല. പക്ഷെ ആദ്യത്തെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നല്ലപോലെ അതിൻ്റെ മസാലേൻ്റെ കളറെല്ലാം കൂടി ഇറങ്ങി വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മസാലയ്ക്ക് കളറില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി മസാല അധികമായിട്ട് ഇടരുത്. ഇപ്പം കണ്ടില്ലേ, നല്ലതുപോലെ മസാല അതിനകത്തോട്ട് പിടിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കുന്നില്ല ഒട്ടും തന്നെ. ഈ കൂണ് കഴുകി വെക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒന്ന് ആവി കയറുമ്പോഴേക്കും ഇതിനകത്ത് കൂടുതലായിട്ട് വെള്ളം ഇറങ്ങി വരും. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഞാൻ അടച്ചു വെച്ചതിന് ശേഷം ഉള്ളതാണിത്.
നമ്മൾ ഒട്ടും തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ ഇത്രയും ചാറ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ പാകത്തിനുള്ള ഉപ്പൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം ഇതിനധികം വേവൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇതാവുന്നുണ്ട്. ഇതൊരു വറ്റിച്ച കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് ചാറ് വെക്കുന്നില്ല. വീണ്ടും ഞാൻ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചതാണിത്. ഇപ്പൊ ഏകദേശം ഇതൊന്ന് പാകമായിട്ടുണ്ട്. ഇതിന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ചിക്കൻ്റെ പോലെ തന്നെ നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കാണുന്ന പോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും